ഒരു പ്രണയം ഒരു കാത്തിരിപ്പ് ഭാഗം 33. രചന അവതരണം ഗായത്രി ദേവ്. നമ്മൾ വിചാരിച്ചതുപോലെ സൂര്യന് വിശ്വനാഥൻ അങ്കിൾ ഒരു ഭാര്യയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റോബിൻ വന്ന് അടക്കത്തിൽ ശ്രീദേവിയോട് പറഞ്ഞു. ഗായത്രി നോക്കുന്നത് കണ്ട് അവൻ അവളെ കണ്ണു ചിമ്മി. ശ്രീദേവി ഉടനെ തന്നെ ഹാളിലേക്ക് പോയി. ശ്രീദേവിയെ കണ്ടതും ഗൗരവത്തിൽ അവരെ ഒന്ന് നോക്കി സൂര്യൻ വിശ്വനാഥനോട് ബൈ പറഞ്ഞ് മുകളിലേക്ക് പോയി. ശോഭനയും ശ്രേയയും ശ്രീദേവിയോട് യാത്ര പറഞ്ഞു. ആൻറ്റി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം, ശ്രേയ പറഞ്ഞു. ശോഭന വന്ന് ശ്രീദേവിയുടെ കരം കവർന്നു. ശ്രീദേവിക്കറിയാലോ, വിശ്വേട്ടനും മാധവേട്ടനും സൂര്യൻ്റെയും ശ്രേയയുടെയും കാര്യത്തിലുള്ള താല്പര്യം. അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്കും എല്ലാവർക്കും ഇത് താല്പര്യമാണെന്നറിയാം. പക്ഷേ സൂര്യനൊന്നും ഇതുവരെ ശ്രേയമോളോട് തുറന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ശ്രീദേവി അവനോട് പറയണം, മോളെയും കൂട്ടി ഇടയ്ക്കൊരു ഔട്ടിംഗ് ഒക്കെ പോകണമെന്ന്. സൂര്യൻ ഫുള്ളി ബിസിനസ്സുമായി തിരക്കാണ് എന്നറിയാം. എന്നാലും അവൾക്ക് അവനോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിശ്വേട്ടൻ അവരുടെ വിവാഹകാര്യം പറഞ്ഞപ്പോൾ സൂര്യൻ നോ പറഞ്ഞു എന്ന് മാധവേട്ടൻ പറഞ്ഞത് ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ശ്രേയമോളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ലല്ലോ. എഡ്യൂക്കേഷനും സ്റ്റാറ്റസും സൗന്ദര്യവുമൊക്കെ ശ്രേയക്ക് ഉണ്ടല്ലോ. ശോഭന വാതോരാതെ സംസാരിക്കുകയാണ്. റോബിനൊക്കെ കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. ശ്രീദേവി ആകെ പെട്ട അവസ്ഥയിലാണ്. സൂര്യനല്ലേ ശോഭന ഇതൊക്കെ ഒപ്പീനിയൻ പറയേണ്ടത്? അവൻ്റെ ഇഷ്ടം കൂടി നോക്കേണ്ടേ? ഞങ്ങൾ പറഞ്ഞാലും അവൻ്റെ പ്രയോറിറ്റീസാണ് അവന് വലുത്, ശ്രീദേവി പറഞ്ഞു. ശ്രേയമോളെ അവൻ അങ്ങനെ കണ്ടിട്ടില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്, ശ്രീദേവി പറഞ്ഞു വെച്ചു. അവർ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഫ്രണ്ട്സ് ആയിരുന്നവർക്ക് കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ മാധവേട്ടനോടും സംസാരിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ഇടയിൽ കയറി. മാധവേട്ടൻ വന്നിട്ട് ഞാൻ വിളിക്കാം ശോഭനയെ. ആയിക്കോട്ടെ ചേച്ചി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ആൻറ്റി. ശ്രേയയുടെ മുഖത്ത് ആകെ നാണമാണ്. പോയി വാ മോളെ. ശ്രീദേവിയും സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. റോബിൻ, എന്നാൽ കാണാം കേട്ടോ, വിശ്വനാഥൻ അവനോട് പറഞ്ഞു. ശരി അങ്കിൾ, സൂര്യൻ ഏതോ കോളിൽ ബിസിയാണ്. അവൻ പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ തലയാട്ടി. ബായ് ആൻറ്റി. യാത്ര പറഞ്ഞ് ശ്രേയയും പാരൻസും കാറിൽ കയറിപ്പോയി. വരാന്തയിൽ നിന്ന് ശ്രീദേവിയും റോബിനും മുഖത്തോട് മുഖം നോക്കി. ഇത് വലിയ പാരയാണല്ലോ ആൻറ്റി. ആ ശ്രേയ സൂര്യനെ വിടാതെ ഫോളോ ചെയ്യുകയാണല്ലോ. അവനാണെങ്കിൽ അതിന് തീരെ പിടുത്തവുമല്ല, ശ്രീദേവിയും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർ മാധവേട്ടനോട് എന്തോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാധവേട്ടൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന്. അവന് ഗായത്രിയോടുള്ള ഇഷ്ടം ഞാനൊന്ന് മാധവേട്ടനോട് സൂചിപ്പിച്ചതാ. പക്ഷേ ആരാ, എവിടെയാ, എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവനൊരു ഇഷ്ടമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് മന്ത് വന്നിട്ട് വിശദമായിട്ട് പറയാമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ശ്രീദേവി ആവലാതിപ്പെട്ടു. സാരമില്ല ആൻറ്റി, അങ്കിളിനെ സൂര്യൻ കൺവിൻസ് ചെയ്തോളും. ഗായത്രിയെ അവൻ വിട്ടുകളയുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ, അതെനിക്കറിയാം. അതുപോലെ ഒരു പാവം കുട്ടിയെ ആർക്കാടാ ഇഷ്ടപ്പെടാത്തത്? പക്ഷേ വിശ്വേട്ടനുമായി മാധവേട്ടനുള്ള ഫ്രണ്ട്ഷിപ്പും ഒരു അനിയനോടുള്ളതുപോലെയുള്ള കെയറും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഒരു വിഷമം, അല്ലാതെ വേറെ ഒന്നുമല്ല. ശ്രേയയുടെ ഓവർ സ്മാർട്ട്നെസ്സിന് സൂര്യൻ ചേരുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ശ്രീദേവി അവിടെ ഇരുന്ന സോഫയിലിരുന്ന് നെടുവീർപ്പിട്ടു. ആൻറ്റി വിഷമിക്കാതെ നമുക്കൊരു പരിഹാരമുണ്ടാക്കാം. ആൻറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. ഗായത്രിയും അവരുടെ കൂടെ ഇരുന്നില്ലല്ലോ. വാ ആൻറ്റി, ഞാൻ എടുത്തു തരാം. റോബിൻ അവരുടെ തോളിലൂടെ കൈയിട്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. ഡൈനിങ് റൂമിൽ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഗായത്രിയാണ് അവർ കണ്ടത്. മോൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? വാ കഴിക്കാം പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവളുടെ കയ്യിൽ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തി. റോബിൻ രണ്ടുപേർക്കും ഓരോ പ്ലേറ്റ് എടുത്ത് വച്ച് പുട്ടും കടലയും എടുത്ത് വയ്ക്കുകയാണ്.
നിനക്ക് മതിയായിരുന്നോടാ? അവരുടെ കൂടെ ഇരുന്ന് നീ കുറച്ചല്ലേ കഴിച്ചുള്ളൂ? ശ്രീദേവി റോബിനെ നോക്കി. ഇപ്പോൾ ഒരു കഷ്ണം പുട്ടുകൂടി കഴിച്ചേക്കാം. ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് റോബിനും ഇരുന്നു. അവൻ അപ്പോഴാണ് ഗായത്രിയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. വല്ലാതെ മങ്ങിപ്പോയിരിക്കുന്നു. രാവിലത്തെ ഉണർവൊന്നും കാണുന്നില്ല. ഗസ് വന്നു പോയതിന് ശേഷമാണോ അവൾക്ക് ഈ മാറ്റമെന്ന് റോബിൻ ചിന്തിച്ചു. തങ്ങൾ ആരെങ്കിലും സംസാരിച്ചത് അവൾ കേട്ടു കാണുമോ എന്ന് റോബിൻ സംശയിച്ചു. തൻ്റെ അമ്മുവിനെ പോലെ ഒരു പാവം കുട്ടിയാണ്. അവളെ വിഷമിപ്പിക്കരുത് എന്ന് റോബിൻ തീരുമാനിച്ചു. എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ സൂര്യനോട് തുറന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, അവളെ അഡ്വൈസ് ചെയ്യണമെന്ന് അവൻ നനച്ചു. മോളെ കഴിച്ചു കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകാനുള്ളതാണ് കേട്ടോ. വേഗം റെഡി ആവണം. സൂര്യൻ ഇപ്പോൾ തന്നെ റെഡിയായിട്ടുണ്ടാവും. ഗായത്രി മെല്ലെ തലയാട്ടി. ഷോപ്പിങ്ങിന് പോകണോ റോബി ചേട്ടാ? സൂര്യൻ സാർ ഇന്നലെ ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ. അവൾ സങ്കോചത്തോടെ ശ്രീദേവിയുടെ മുഖത്തുകൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീദേവി പുഞ്ചിരിച്ചു. റോബിൻ്റെ ആഗ്രഹമല്ലേ മോളെ, മോള് പോയിട്ട് വാ. മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോഴേക്കും സൂര്യൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഫോൺ കട്ട് ചെയ്ത് അവൻ ഡൈനിങ് ടേബിളിൽ ഒരു വശത്തായിരുന്നു. അവൻ ഗായത്രി ഒന്ന് നോക്കി. അവൾ അവനെ നോക്കിയെങ്കിലും പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി. കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവൾ. റോബിൻ ശ്രീദേവിയോടും സൂര്യനോടും സംസാരിക്കുന്നുണ്ട്. ഒരു പുട്ട് കഴിച്ചതും അവൾക്ക് മതിയായി. അവൾ പതിയെ എഴുന്നേറ്റു. എൻ്റെ കുഞ്ഞെ, നീ മതിയാക്കിയോ? ഒരു കഷ്ണം പുട്ടാണോ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കഴിക്കേണ്ടത്? എനിക്ക് മതിയായി ആൻറ്റി. അവളുടെ പതുങ്ങിയ ശബ്ദം കേട്ട് സൂര്യൻ അവളെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നുള്ളിപ്പെറുക്കി കഴിച്ചിട്ടാണ് അനീമിക് ആയിട്ട് ഇരിക്കുന്നത്. അവർ ഒരു പുഴുങ്ങിയ പഴവും കറിയിൽ നിന്ന് ഊറ്റിയ കുറച്ച് കടലയും കൂടി അവളുടെ പ്ലേറ്റിൽ വച്ചു. ഇതുകൂടി കഴിക്കുമോളെ. അയ്യോ ആൻറ്റി. അവൾ ദയനീയതയോടെ അവരെ നോക്കി. ഇങ്ങനെ കഴിക്കാതെ ഇരുന്നാൽ എങ്ങനെ ആരോഗ്യമുണ്ടാവും? ഇതുകൊണ്ടാണ് അന്ന് കോളേജിൽ വെച്ചൊക്കെ തലചുറ്റി വീണത്. കഴിക്ക്. സൂര്യൻ്റെ ആജ്ഞാശക്തിയോടെയുള്ള ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു. ഒരു പരിഭ്രമം അവളിൽ പ്രകടമായി. റോബിൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇവർ രണ്ടും ഇപ്പോൾ ലവിങ് പെയറായിട്ട് തോന്നുന്നില്ല. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ പേടിപ്പിച്ച് അനുസരിപ്പിക്കും പോലെ. റോബിന് ഗായത്രിയുടെ മുഖം കണ്ട് ചിരി വന്നു. പേടിച്ച് വേഗം കഴിക്കുന്നുണ്ട്. പതുക്കെ കഴിക്ക്. സൂര്യൻ്റെ കനത്ത ശബ്ദം വീണ്ടും മുഴങ്ങി. ഗായത്രി പേടിച്ച് പതുക്കെ തലയാട്ടി. ദൈവമേ, ഇവനെക്കൊണ്ട് ഇതൊരു നടക്കി പോകില്ല ആൻറ്റി. റോബിൻ ശ്രീദേവിയുടെ കാതിൽ പിറുപിറുത്തു. ആ കുട്ടി കഴിച്ചോളും, നീ അതിനെ പേടിപ്പിക്കാതെടാ, ശ്രീദേവി സൂര്യനോട് പറഞ്ഞു. സൂര്യൻ ഗായത്രിയെ ഒന്നുകൂടി നോക്കി പേടിപ്പിച്ച് ഫോണിലേക്ക് മുഖം താഴ്ത്തി. ഗായത്രി പതുക്കെ കഴിച്ചതും റോബിൻ അവൾക്ക് മുന്നിലേക്ക് ഒരു കപ്പ് വച്ച് ചായ ഒഴിക്കാൻ തുടങ്ങി. ഞാൻ എടുത്തോളാം ചേട്ടാ. അവനത് കേൾക്കാതെ ചായ അവളുടെ മുന്നിലേക്ക് നീക്കി വച്ചു കൊടുത്തു. ഇത് തൻ്റെ സ്വന്തം ചേട്ടനായിരുന്നെങ്കിലെന്ന് അവൾ അറിയാതെ ആഗ്രഹിച്ചു. മോളെ, വേഗം ചെന്ന് റെഡിയായിക്കോളൂ കേട്ടോ. അവൾ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റതും ശ്രീദേവി അവളോട് പറഞ്ഞു. അവൾ തലയാട്ടി. പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റപ്പോഴേക്കും മേരി ചേച്ചി വന്ന് പാത്രങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ എടുത്തോളാം ചേച്ചി. അവൾ അവരോട് പറയുന്നത് കേട്ട് സൂര്യൻ ഗൗരവത്തിൽ അവളെ നോക്കി. താൻ പോയി റെഡിയാവാൻ നോക്ക്. സൂര്യൻ്റെ ശബ്ദം മുഴങ്ങി. അവൾ പിന്നൊന്നും പറയാതെ കൈ കഴുകി മുകളിലേക്ക് പോയി. റോബിനും സൂര്യനും ബിസിനസ് കാര്യം എന്തോ സംസാരിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. റോബിൻ അവൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. സൂര്യൻ വന്ന് ഗായത്രിയുടെ റൂമിൻ്റെ വാതിലിൽ നോക്ക് ചെയ്തു. ഗായത്രി വന്ന് വാതിൽ തുറന്നു. സൂര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. രാവിലെ കണ്ട തെളിച്ചം ഇപ്പോഴില്ല. എന്തുപറ്റി മുഖം വല്ലാതെ? സുഖമില്ലേ? പറയുന്നതിനൊപ്പം അവൻ്റെ കൈ നീണ്ടു വന്ന് അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. അവളുടെ കഴുത്തിലും അവൻ്റെ കൈ അമർന്നു. ടെമ്പറേച്ചർ ഒന്നുമില്ലല്ലോ? അവൻ അവളോട് ചോദിച്ചു. ഒന്നുമില്ല സർ. പിന്നെന്താ മുഖം വാടിയിരിക്കുന്നത്? അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി. അവൻ്റെ നോട്ടത്തിൽ നിന്ന് അവൾ കണ്ണുകൾ മാറ്റി. അവൻ ചൂണ്ടുവിരൽ വെച്ച് അവളുടെ മുഖം ഉയർത്തി.
അവളോട് ചേർന്നാണ് അവൻ നിൽക്കുന്നത്. പറയ്, എന്താ പ്രശ്നം? ഒന്നുമില്ല സർ. അവളുടെ തൊണ്ടയിൽ സങ്കടം വിങ്ങി. പിന്നെ എന്തിനാ ഇപ്പോൾ ഈ കണ്ണ് നിറയുന്നത്? അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അറിയാതെ നിറഞ്ഞുപോയ തൻ്റെ കണ്ണുകളെ അവൾ അമർത്തി തുടച്ചു. സൂര്യൻ്റെ കണ്ണുകൾ സംശയത്തോടെ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു. ശ്രേയ ആണോ പ്രോബ്ലം? അവൻ്റെ ചോദ്യം കേട്ട് അവൾ വിളറി. അവനെ നോക്കാനാവാതെ വീണ്ടും അവളുടെ മുഖം താഴ്ന്നു. ശ്രേയ എൻ്റെ ഫ്രണ്ട് മാത്രമാണ്. അതും ജസ്റ്റ് ഒരു ഹൈ ബൈ ഫ്രണ്ട്ഷിപ്പ്. വാട്ട് മെയ്ഡ് യു ക്രൈ? അവൻ്റെ ശബ്ദത്തിലെ കാർക്കശ്യം അവളെ ഒന്ന് ഭയപ്പെടുത്തി. ഗായത്രി, ഐ ഡോണ്ട് ലൈക്ക് യു ക്രൈങ് ലൈക്ക് ദിസ്. അവൾ വീണ്ടും വീണ്ടും കണ്ണുകൾ തുടച്ചെങ്കിലും കണ്ണീർ നിൽക്കാതെ അവൾ വിഷമിച്ചു. സൂര്യന് അവളോട് പാവം തോന്നി. അവൻ അവളെ കൈപിടിച്ച് ബെഡിലിരുത്തി. ഇനി പറയ്, എന്താണ് വിഷമം? സർ, അത് ആ ചേച്ചിക്ക് സാറിനോട് ഇഷ്ടമുണ്ട്. യാ, ഐ നോ. അതുകൊണ്ട് സാറിന് ആ ചേച്ചിയാണ് ചേരുക. അവൾ പതുക്കെ മുഖമുയർത്തി. തീ പാറുന്ന നോട്ടവുമായി ഒരുവൻ നിൽക്കുന്നുണ്ട്. അവൾ പേടിച്ച് പിന്നോട്ട് മാറി. സർ, നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം എന്താടി പറഞ്ഞത്? ഇങ്ങനെ അരുതാത്തത് ചിന്തിക്കരുത് എന്നല്ലേ? എന്നിട്ട് നീ വീണ്ടും ഇത് തന്നെ ചെയ്യാണോ? അവൾ കണ്ണ് നിറച്ച് അവനെ നോക്കി. എന്തു പറഞ്ഞാലുമുണ്ട് അവളുടെ കണ്ണ് നിറച്ചുള്ളൊരു നിൽപ്പ്. നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ ചാടിക്കടിച്ച് അവളുടെ നേരെ വന്നു. ഇത് കണ്ടുകൊണ്ടാണ് റോബിൻ റൂമിനുള്ളിലേക്ക് കയറി വരുന്നത്. എന്താടാ എൻ്റെ പ്രശ്നം? നീ എന്തിനാ മോളെ വഴക്ക് പറയുന്നത്? റോബിൻ വന്നിട്ട് ഗായത്രിയെ അവൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ഇവൾക്ക് 2 അടിയുടെ കുറവുണ്ട്. അത് കിട്ടിയാൽ അവളുടെ തലയ്ക്ക് വെളിവ് വന്നോളും. കൈ ഉയർത്തി മുന്നോട്ട് വന്ന സൂര്യനെ റോബിൻ ബ്ലോക്ക് ചെയ്തു. കൊച്ചിനെ തല്ലുന്നോടാ? പുന്നാര ആങ്ങള ഒന്ന് ചോദിക്ക്, പെങ്ങൾ വിഷമിച്ച് എന്തിനാ മുറിയിലിരുന്നേന്ന്. ഇവൾക്ക് ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കും പോലെ ഓതിക്കൊടുത്തതാണ് നെഗറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കരുത് എന്ന്. അവൾ വീണ്ടും വേണ്ടാത്ത ചിന്തയുമായി മോങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. നീ മിണ്ടാതിരി, ഞാൻ ചോദിച്ചോളാം. റോബിൻ ഗായത്രിയുടെ കൈ പിടിച്ചു. എൻ്റെ മോളെ എന്താടി പ്രശ്നം? റോബി ചേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല. പറയാതെ ആണോടി നീ ഇവിടെ വിഷമിച്ചു കൊണ്ടിരുന്നത്? സൂര്യൻ ചീറി. ആ ശ്രേയയാണ് എനിക്ക് ചേരുക എന്നാണ് അവളുടെ കണ്ടുപിടുത്തം. ആ ശ്രേയയ്ക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവളൊന്ന് റീതിങ്ക് ചെയ്യാനിരിക്കുകയാണെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല റോബി ചേട്ടാ. ഗായത്രി കണ്ണുമിഴിച്ചു. ആ ചേച്ചിക്ക് ഇഷ്ടമാണ് സാറിനെ, അതുകൊണ്ട് എനിക്ക് വിഷമമായതാ. അവളുടെ മുഖം കണ്ട് റോബിൻ പൊട്ടിച്ചിരിച്ചു. എടി പെണ്ണെ, ശ്രേയ ഇവൻ്റെ പിന്നാലെ ചുറ്റാൻ തുടങ്ങിയിട്ട് ഒരു 4 കൊല്ലമെങ്കിലുമായി. പക്ഷെ അവളുടെ വൈബല്ല നിൻ്റെ സൂര്യൻ സാറിൻ്റേത്. നിൻ്റെ സാറിന് നിന്നെപ്പോലെ ഒരു പൂച്ചക്കുട്ടിയല്ലേ വേണ്ടത്? അതിപ്പോൾ എന്തായാലും ശ്രേയയ്ക്ക് പറ്റില്ല. റോബിൻ്റെ വർത്തമാനം കേട്ട് സൂര്യനും ചിരി വന്നു. ഗായത്രി റോബിൻ പറയുന്നത് കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് നിനക്കൊരു ഉപദേശം തരാം മോളെ. അവൾ കണ്ണ് തുടച്ചുകൊണ്ട് റോബിനെ നോക്കി. ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. ഈ മൂരാച്ചി സാറിനെ തന്നെ നിനക്ക് വേണോ? അതോ ഏട്ടൻ വേറെ വല്ല നല്ല ആൺപിള്ളേരെ കൊണ്ടുതരണോ? റോബിൻ പറഞ്ഞു നിർത്തിയതും റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. സൂര്യനും അവൻ്റെ പിന്നാലെ ഓടി. 2 പേരും റൂമിന് പുറത്തേക്ക് ഓടുന്നത് കണ്ടുകൊണ്ടാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത്. ഈ പിള്ളേർ കെട്ടിക്കാരായി 2നെയും കുട്ടികളി മാറിയിട്ടില്ല.